ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാനിത് ഒരു കുക്കറിലാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്നെല്ലാം റെഡിയായി കിട്ടും. അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് കുക്കറൊന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഞാനിവിടെ ആദ്യം ഇഞ്ചിയാണ് ഇട്ടത്. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ശകലം വെളുത്തുള്ളി ഇടാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് ഒരുപാട് നേരം വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. ഉള്ളി ഇത്രയും വഴണ്ടാൽ മാത്രം മതി. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഉള്ളിയെല്ലാം നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവുന്നത് വരെ വിസിൽ വരുത്തി വേവിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വിസിൽ വരുത്തി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 വിസിൽ അത് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കുക്കറിലെ വിസിലൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് ഒരു ചെറിയ കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഈ കറിക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് ഇതിനകത്ത് കുറച്ചേറെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നീണ്ടു പോകും കറി. അപ്പോൾ ഞാനിവിടെ ഒരു 100 ml തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കാൻ. നന്നായി ഇളക്കിക്കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണമെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഫുള്ള് 100 ml പാലും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കാതെ നോക്കണം. തിളച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോവും. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കറി എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തിളയ്ക്കാതെ നോക്കിക്കോണം. ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഗ്രേവി നീട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കടുക് വറുത്തിടാം. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മളൊരു കറി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കടുക് വറുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇടാൻ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കടുക് വറുത്തത് ഈ കറിയിലോട്ട് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അപ്പോൾ ആ മണമൊക്കെ ഒന്ന് നന്നായി വരും. ഈ കറിയിൽ നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ടാണ് ഞാനിവിടെ ഉപയോഗിക്കാതിരുന്നത്. നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.